Good afternoon, ma'am. Good afternoon. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്? Yes, ma'am. പഠിച്ചതൊക്കെ മറന്നുപോയാ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ വെക്കേഷനിൽ പോയാ? ഓർമ്മയുണ്ടോ? ഇന്നത്തെ റെക്കോർഡ് ക്ലാസ്സസ് യെസ്റ്റർഡേയിലാണോ കിട്ടുന്നത്? അതേ ടൈം അനുസരിച്ചാണോ നാളെ കിട്ടുന്നത്? ഇന്നത്തെ ക്ലാസ് നാളെ കിട്ടുന്നേ. അത് നാളെ കിട്ടുമ്പോ ടൈം അനുസരിച്ചാണോ അതെയോ യെസ്റ്റർഡേയിലാണോ കിടക്കുന്നത്? ഒരു ഡേറ്റ് ഉണ്ടാവില്ലേ? ഡേറ്റ് അല്ല ഞാൻ ചോദിക്കുന്നത്. നാളെ കിട്ടുമ്പോ യെസ്റ്റർഡേന്നാണോ ടൈമിലാണോ കിട്ടുന്നത്? അല്ല, നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ടല്ലേ ക്ലാസ്സുകൾ ഇടുന്നേ ഗൂഗിൾ ക്ലാസ് റൂമില്? ഒരു യെസ്റ്റർഡേന്ന് ഇടാറുണ്ട്, ടൈം ഇടാറുണ്ട്. മാം അതേ ദിവസത്തെ ടൈം ഇടാറുള്ളത്. തലേ ദിവസത്താണ് യെസ്റ്റർഡേ ഇടുന്നത്. ബാക്കിയുള്ളതെല്ലാം ഡേറ്റ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ ടെക്നിക്കലോട് ചോദിച്ചിട്ട് കൺഫേം പറയാട്ടോ. നെക്സ്റ്റ് ക്ലാസ് കൊച്ചു പറഞ്ഞു തന്നു, മനസ്സിലായി മിസ്. ഞാൻ കൊച്ചു പറഞ്ഞപ്പോ മനസ്സിലായി. യെസ്റ്റർഡേ നോക്കിയാ മതി, മനസ്സിലായി. പേരെഴുതാറുണ്ടോ ടീച്ചേഴ്സിന്റെ? ടീച്ചേഴ്സിന്റെ പേരല്ല, സബ്ജക്റ്റിന്റെ പേര് എഴുതുന്നത്. സബ്ജക്റ്റ് ഏതാണ്, ഏത് ചാപ്റ്റർ ആണ്, ആ ചാപ്റ്ററും പേര് ഇട്ടിട്ട് ക്ലാസ് വരുന്നത്. മിസ്സേ അതില്ലേ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ടീച്ചേഴ്സിന്റെ പ്രത്യേകം ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് എളുപ്പമാണ് അങ്ങനെ എടുത്ത് കാണാൻ. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും. ഓക്കെ, റിയ ക്ലാസ് കഴിഞ്ഞിട്ട് ആരെങ്കിലോടൊന്ന് ചോദിക്കാം ജസ്റ്റ് കേട്ടാ. അപ്പൊ അവര് പറഞ്ഞു തരും കേട്ടോ. പ്രിൻഷിയുടെ അടുത്ത് ആരെങ്കിലും അടുത്തൊന്ന് ചോദിച്ചാൽ മതി. മിസ് ക്ലാസ് എടുക്കട്ടെ കേട്ടാ. കമ്പാരിസൺ മുതലല്ലേ എടുക്കാനുള്ള നെക്സ്റ്റ് കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ് അല്ലെ? EMR റെക്കോർഡ്സും പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സും തമ്മിലുള്ള കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. While there is still a noticeable amount of debate around the superiority of electronic health records over paper records, the research literature gives a more realistic pictures of the benefits and downside. Paper based records electronic medical records തമ്മിലുമായിട്ട് ഒരുപാട് ഡിബേറ്റ്സുകൾ ചർച്ച, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്നുള്ള ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ട് എന്താണ് ലിറ്ററേച്ചേഴ്സിനെ എന്താണ് ഇവ തമ്മിലുള്ള ബെനിഫിറ്റ്സും ഗുണങ്ങളും പോരായ്മകളെ കുറിച്ചുള്ള ഒരു റിയലിസ്റ്റിക് പിക്ചർ, ഒരു ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ട്. പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സുകൾ എങ്ങനെയാണ്, ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ എങ്ങനെയാണ്, ഇവ തമ്മിൽ എന്തൊക്കെ ഡിഫറൻസുകൾ ഉണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ ഡിബേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബേറ്റ്സ് ഏതൊരു കാര്യത്തെ കുറിച്ചുള്ള ഗുണങ്ങളും ബെനിഫിറ്റ്സും പോരായ്മകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യല്ലേ, ആണോ? ചർച്ചകൾ നടത്തും അല്ലെ? അപ്പൊ എന്ത് പറ്റും? അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ, ഒരു ക്ലിയർ ഇൻഫർമേഷൻ ലഭിക്കില്ലേ? കിട്ടും. അപ്പൊ എന്താണ്, ഒരുപാട് ഡിബേറ്റ്സുകൾ നടത്തിയിട്ട് എന്താണ് ഈ പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സുകളും EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും തമ്മിലുള്ള എന്താണ് വ്യത്യാസങ്ങൾ, അവ തമ്മിലുള്ള ഡിഫറൻസുകളെ കുറിച്ചും എന്താണ് അതിന്റെ ഗുണങ്ങളെ കുറിച്ചും പോരായ്മകളെ കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, the
increased transparency, portability, and accessibility gained by the adoption of electronic medical records may make larger the ease with which they can be assessed by healthcare professionals. നമുക്ക് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ കൂടുതൽ ട്രാൻസ്പെറൻസി ആയിരിക്കും, സുതാര്യത ഉണ്ടാവില്ലേ, തിരുത്തുകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ റീഡ് ചെയ്യാൻ സാധിക്കില്ലേ, മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ ക്ലിയർ ആയിരിക്കും, സുതാര്യത ഉണ്ടായിരിക്കും. പോർട്ടബിലിറ്റി, നമുക്ക് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ പോർട്ടബിലിറ്റി ഈസി അല്ലേ, മെസ്സേജുകൾ സെൻഡ് ചെയ്യാം അല്ലെ, ഇമേജ് എന്താണ് നമുക്ക് ഇന്റർനെറ്റുകൾ വഴി അല്ലെ മെസ്സേജുകൾ അയച്ചു കൊടുക്കാനൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ സാധിക്കുന്നു. ആൻഡ് അക്സസിബിലിറ്റി, പെട്ടെന്ന് തന്നെ നമുക്ക് അത് ലഭ്യമാക്കാൻ സാധിക്കില്ല. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ ഒരു പേഷ്യൻസിന്റെ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും ലഭിക്കുന്നു അല്ലെ, ലഭിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ കൂടുതൽ ട്രാൻസ്പെറൻസി, സുതാര്യത ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താണ് പോർട്ടബിലിറ്റി, കൂടാതെ accessibility നമുക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാൻ സാധിക്കുന്നു. പിന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് make larger the ease with which they can be assessed. healthcare professionalsന് ഡോക്ടേഴ്സിന് ഈ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാൻ അസസ് ചെയ്യാനായി സാധിക്കുന്നു അല്ലെ, ആണോ? ഡോക്ടറുടെ സിസ്റ്റത്തിലേക്ക് ഈ പേഷ്യൻസിന്റെ ID നമ്പർ അല്ലെ അടിച്ചു കൊടുത്തെങ്കിൽ എന്ത് ചെയ്യും, പേഷ്യൻസിനെ കുറിച്ചുള്ള ലാബ് റിസൾട്ടുകൾ അല്ലെ, ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ, പേഷ്യൻസിന്റെ ബയോഗ്രഫിക് ഡാറ്റ, പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് എന്താണ് ഈ പേഷ്യൻസിന്റെ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ അസസ് ചെയ്യാൻ ലഭ്യമാക്കാൻ സാധിക്കുന്നു. But also can enlarge the amount of stolen information by unauthorized person or untrustworthy users versus paper medical records. എന്താണ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുകളിൽ മിക്സ് പറഞ്ഞു, എന്താണ് നമുക്ക് വിശ്വാസയോഗ്യരല്ലാത്ത ആളുകൾ അതല്ലെങ്കിൽ അൺഓതറൈസ്ഡ് പേഴ്സൺസ് എന്ത് ചെയ്യുന്ന വ്യത്യാസങ്ങൾ വരുത്താം അല്ലെ. ഇപ്പൊ ഒരു പേജ് മാറ്റി വെക്കാം, അതല്ലെങ്കിൽ എന്താണ് അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് അൺട്രസ്റ്റ്വർത്തി യൂസേഴ്സ് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് പേഴ്സൺസ് എന്താണ് അതിൽ ഇൻഫർമേഷൻ സ്റ്റോളൻ ചെയ്യാൻ കള്ളത്തരങ്ങൾ കാണിക്കാനുള്ള ഒരുപാട് ചാൻസുകൾ വരുന്നുണ്ട്. ആസ് അക്നോളജ്ഡ് ബൈ ദ ഇൻക്രീസ്ഡ് സെക്യൂരിറ്റി നീഡ്സ് ഫോർ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് Accessibility Act and by large scale violation in confidential records reported by EMR users. ചെറുതായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മ പറഞ്ഞില്ലേ പോരായ്മകൾ ഉണ്ടെന്ന് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾക്കും പേപ്പർ ബേസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സുകൾക്കും എന്തുണ്ട് ഡൗൺ സൈഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, പോരായ്മകളുണ്ട്. ചർച്ചകൾ നടത്തിയപ്പോ അവർക്ക് അത് കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു പോരായ്മ, ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളിൽ എന്താണ് രഹസ്യരേഖകളിലെ വലിയ കള്ളത്തരങ്ങൾ വലിയ തോതിലുള്ള ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ആൻഡ് അക്സസിബിലിറ്റി ആക്ട് പ്രകാരം ഈ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡുകളിൽ വലിയ രീതിയിലുള്ള ലംഘനങ്ങൾ നടന്നതായി റിപ്പോർട്ട് ഈ EMR യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു, ഹാക്ക് ചെയ്യാം നമ്മുടെ ഇൻഫർമേഷൻസ് ഹാക്ക് ചെയ്യില്ലേ മൂന്നാമതൊരാള്. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാം, ഈ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള സെക്യൂരിറ്റി ആയി സൂക്ഷിക്കേണ്ട ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകളിൽ എന്ത് പറ്റാം, ഹാക്കിംഗ് നടത്താം അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള ഹാക്കിങ്ങുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പോരായ്മയല്ലേ. പേഷ്യൻസിനെ കുറിച്ച് കോൺഫിഡൻഷ്യൽ ആയി സൂക്ഷിക്കേണ്ട വിവരങ്ങള് വേറെ മറ്റൊരു വ്യക്തി ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാല് അതൊരു പോരായ്മയല്ലേ. എന്താണ്
ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് അക്സസിബിലിറ്റി ആക്ട് പ്രകാരം EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളിൽ ഒരുപാട് ലംഘനങ്ങൾ EMR യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ വിവരങ്ങൾ ഒരാൾ ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ അതിലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ നമ്മ മുതിരോ? തയ്യാറാകോ? ഇല്ല. അപ്പൊ എന്താണ് നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ? കൺസേൺ അബൌട്ട് സെക്യൂരിറ്റി കോൺട്രിബ്യൂട്ട് ടു ദ റെസിസ്റ്റൻസ് ഷോൺ ടു their adoption. അതുകൊണ്ട് തന്നെ ഇത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആളുകള് ഈ EMR സ്വീകരിക്കുന്നതിലെ ഒരു ആശങ്ക അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് അല്ലെ? സ്വാഭാവികമാണല്ലേ ഇത്? അല്ലെ? നമ്മുടെ ഇൻഫർമേഷൻസ് മറ്റൊരാളെ ഹാക്ക് ചെയ്യുക, നമ്മുടെ ഐഡന്റിറ്റി, നമ്മളെ കുറിച്ചുള്ള ഹെൽത്ത് ഇൻഫർമേഷൻസ് മറ്റൊരാള് ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും? വിവരങ്ങൾ കൊടുക്കാനായിട്ട് ഒരു വിമുഖത കാണിക്കില്ലേ? ആണോ? ആണ്. അപ്പൊ എന്താണ് ഈ EMR ഉപയോഗിക്കാനായിട്ട് ആളുകൾക്കിടയിൽ ഒരു കുറച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. Next sentence, okay, when users log into the electronic health records, it is their accountability to ensure the information stays confidential. And this is done by keeping their password unknown to others and logging off before leaving the station. എന്താണ് നമ്മ മെയിലിലൊക്കെ എൻ്റർ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും? നമ്മുടെ ജിമെയിലിലേക്ക് എങ്ങനെയാണ് എൻ്റർ കയറുന്നത്? നമ്മുടെ പാസ്വേഡ് അല്ലേ? പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ വിവരങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? നമ്മൾ അത് ലെഫ്റ്റ് ചെയ്യുമ്പോ ലോഗ് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലോഗ് ഔട്ട് കൊടുക്കും അല്ലേ? ആണോ? അതേപോലെ എന്താ അതിൽ പറഞ്ഞിരിക്കുന്നൊക്കെ when users log into their electronic health records, എന്താണ് പേഷ്യൻസ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇൻഫർമേഷൻസ് ലഭിക്കേണ്ട ആളുകൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകളിൽ അവരുടെ ഈ പാസ്വേഡുകൾ യൂസ് ചെയ്തുങ്ങാട്ട് അക്കൗണ്ടബിലിറ്റി പാസ്വേഡുകൾ കൊടുത്തുങ്ങാട്ട് ലോഗിൻ ചെയ്യുകയും അവരുടെ വിവരങ്ങൾ കോൺഫിഡൻഷ്യലി ആയിട്ട് അവരതില് സ്റ്റോർ ചെയ്യുകയും അതിനുശേഷം അതെന്താണ് അവർക്ക് മാത്രം അത് അവർക്ക് മാത്രല്ലേ? ഇപ്പൊ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല അല്ലെ? അപ്പൊ എന്താണ് അത് അവർക്കിടയിൽ അവരുടെ ഇടയിൽ സീക്രട്ട് ആയിരിക്കുകയും മറ്റുള്ളവർക്ക് അതെന്താണ് ആക്സസ് ചെയ്യാനായിട്ട് ലഭ്യമാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. പിന്നെ അവർക്ക് എന്താണ് അതിൽ നിന്ന് ലീവ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ലോഗിങ് ഓഫ് അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് അവർ അതിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് പോകുന്നു. ക്ലിയർ ആയോ? യൂസേഴ്സ് ഈ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ട രേഖകളിലേക്ക് പാസ്വേഡുകൾ എൻ്റർ ചെയ്തിട്ട് അവർ ലോഗിൻ ചെയ്യുകയും അവരുടെ ഉപയോഗ ഡാറ്റാസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷം അവരെന്താണ് ലോഗിങ് ഓഫ് അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്ത് ലെഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയത്? ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളിലെ പോർട്ടബിലിറ്റി, ട്രാൻസ്ഫർ, സുതാര്യത, പിന്നെന്താണ് അക്സസിബിലിറ്റി, നമുക്ക് അത് ലഭ്യമാക്കാൻ എളുപ്പമാകുന്നു. കൂടാതെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ EMR വഴി ലഭ്യമാക്കാൻ സാധിക്കുന്നു. പിന്നെന്താണ്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകളിൽ ഒരുപാട് എന്താണ് സ്റ്റോളൻ കള്ളത്തരങ്ങൾ അല്ലെ? അൺഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ വിശ്വാസയോഗ്യരല്ലാത്ത ആളുകള് കള്ളത്തരങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ എന്താണ്? ഹെൽത്ത് ഇൻഫർമേഷൻസ് ആൻഡ് അക്സസിബിലിറ്റി ആക്ട് പ്രകാരം നമ്മുടെ EMR ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ യൂസ് ചെയ്യുന്ന യൂസേഴ്സ് പറയുന്നത് എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകളിലെ രഹസ്യരേഖകളിൽ വൻതോതിലുള്ള വലിയ രീതിയിലുള്ള എന്താണ് ലംഘനങ്ങൾ നടക്കുന്നതായി. അതുകൊണ്ട് തന്നെ എന്താണ് EMR-ലേക്ക് വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതില് പൊതുവെ ആളുകളുടെ ഇടയിൽ ഒരു വിമുഖത, ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓരോ ഈ EMR യൂസ് ചെയ്യുന്ന ആളുകള് അവരുടെ എന്താണ് യൂസർ ID അല്ലെങ്കിൽ
പാസ്വേഡുകൾ കൊടുത്തുങ്ങാണ് അവർ ലോഗിൻ ചെയ്യുകയും അവര് അവരുടെ വിവരങ്ങള് കോൺഫിഡൻഷ്യൽ ആയിട്ട് രഹസ്യരേഖകള് വളരെ കോൺഫിഡൻഷ്യൽ ആയി റെക്കോർഡ് ചെയ്യുകയും അതിനുശേഷം എന്താണ് അവര് ലോഗിൻ ഓഫ് അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്ത് അതിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയത്? Next, handwritten medical records may be poorly readable. Handwritten medical records എങ്ങനെയാണ്? മോശമായി വായിക്കുക അല്ലെ? അതിൽ എഴുതിയിരിക്കുന്ന റൈറ്റിംഗ് നമുക്ക് തന്നെ അറിയാം. ഡോക്ടേഴ്സ് എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻസ് നമുക്ക് വായിക്കാൻ പറ്റുമോ? ആദ്യത്തെ ലെറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ഹാൻഡ് റിട്ടൺ പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ മോശമായി വായിക്കാം അല്ലെ? തെറ്റുകൾ വായിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ തെറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പൊ എഴുതി തരുന്ന മെഡിക്കേഷൻസ് ഓക്കെ കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ്. പ്രിയ, കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ്. മിസ് ടോപ്പിക് എടുത്ത് വെച്ചേക്കുന്ന കണ്ടില്ലേ റിയ? നമ്മ മോശമായി പേപ്പർ റെക്കോർഡുകൾ വായിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? തെറ്റുകൾ വരില്ലേ? ഇതില് തെറ്റുകൾ വരോ? എറേഴ്സ് വരോ? ഇപ്പൊ ഒരു ഡോക്ടർ എഴുതി തരുന്ന മെഡിക്കൽ എറേഴ്സ് വരും അല്ലെ? എന്താണ്? പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ മോശമായി വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്ത് പറ്റും? എറേഴ്സ് വരും. അത് നോക്കിയേ, വിച്ച് ക്യാൻ കോൺട്രിബ്യൂട്ട് മെഡിക്കൽ എറേഴ്സ്. അതെന്തുണ്ടാക്കുന്നു? മെഡിക്കൽ എറേഴ്സ്, മെഡിക്കലിലെ തെറ്റുകൾ പിശകുകൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. പ്രിന്റഡ് ഫോംസ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഷോർട്ട് ഫോംസ് ആൻഡ് standards for penmanship were inspired to make better the reliability of paper medical records. എന്താണ്? നമ്മ പ്രിന്റഡ് ഫോംസുകൾ നമ്മൾ എഴുതാതെ എന്താണ് റെക്കോർഡ്സുകൾ പ്രിന്റഡ് ഫോംസ് ആക്കുക, ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുക്കുക. അതല്ലെങ്കിൽ ഷോർട്ട് ഫോംസുകൾ നമ്മൾ അബ്രിവേഷൻ ഉപയോഗിച്ചിട്ടില്ലേ? അതേപോലെ മെഡിസിനുകള് പിന്നെ എന്താണ് അസുഖങ്ങൾക്കൊക്കെ ഷോർട്ട് ഫോമുകൾ ഉണ്ട് അല്ലെ? അബ്രിവേഷൻ പഠിച്ചില്ലേ? പ്രിഫിക്സ്, സഫിക്സ് പഠിച്ചോ? അപ്പൊ അങ്ങനെയുള്ള ഷോർട്ട് ഫോമുകൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോർ പെൻമാൻഷിപ്പ്. പെൻമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാം, അല്ലെങ്കിൽ കർസീവ് ലെറ്റേഴ്സിലൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുകളിൽ കൂടുതൽ റിലയബിലിറ്റി ഉണ്ടാക്കൂല്ലേ? വിശ്വസ്തത ഉണ്ടാക്കില്ലേ? കുറച്ചും കൂടി നമുക്ക് അഡ്വാൻസ് നല്ല രീതിയിൽ വായിക്കാനായി സാധിക്കുന്നു അല്ലെ? അടുത്ത് കുറച്ച് നാൾ മുമ്പ് നെറ്റില് ഷെയർ ചെയ്ത് പോയ ഒരു മെസ്സേജ് ആണ്. തൃശ്ശൂരുള്ള ഒരു ഡോക്ടർ എഴുതിക്കൊണ്ട പ്രിസ്ക്രിപ്ഷൻ ചീട്ട് കണ്ടിരുന്നോ നിങ്ങൾ? വളരെ നീറ്റായി എഴുതിയ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് കണ്ടിരുന്നോ? വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഭയങ്കര നീറ്റായി എഴുതിയിരിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് കണ്ടിരുന്നോ? അപ്പൊ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? ഇതില് ഒരു വിശ്വസ്തത ഉണ്ടാവുന്നു അല്ലെ? ആർക്കും ഇപ്പൊ നമുക്കാണെങ്കിൽ അത് ആ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് വായിക്കാൻ സാധിച്ചില്ല. ഡോക്ടർ കറക്റ്റ് നീറ്റ് ആയിട്ട് എഴുതിയത് കൊണ്ട് സാധിച്ചോ? അപ്പൊ എന്താണ്? ഇങ്ങനെ നമ്മ പ്രിന്റഡ് ഫോംസ് പ്രിന്റഡ് ആയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ഫോംസുകൾ അബ്രിവേഷനൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ അല്ലെങ്കിൽ കർസീവ് ലെറ്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? പേപ്പർ മെഡിക്കൽ റെക്കോർഡുകളുടെ വിശ്വസ്തത കൂട്ടുന്നു. ക്ലിയർ ആയോ? An example of probable medical errors is the administration of medication. ഒരു മെഡിക്കൽ എററിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള മരുന്നുകൾ നൽകുക അല്ലെ? ആണോ? അതൊരു മെഡിക്കൽ എറർ അല്ലേ? ഒരു മെഡിക്കൽ എറർ ആണ് അല്ലെ? ഈ മെഡിക്കേഷൻസ് നോക്കിയാൽ മെഡിക്കേഷൻ ഈസ് ആൻ ഇന്റർമീഡിയേഷൻ ദാറ്റ് ക്യാൻ ടേൺ എ പേഴ്സൺ സ്റ്റാറ്റസ് ഫ്രം സ്റ്റേബിൾ ടു അൺസ്റ്റേബിൾ വെരി റാപ്പിഡലി. ഒരു പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ പെട്ടെന്ന് തന്നെ സ്റ്റേബിൾ ആക്കാനും അതല്ല അൺസ്റ്റേബിൾ ആക്കാനും എന്തിനു സാധിക്കുന്നു? മരുന്നുകൾക്ക് കഴിയുന്നു അല്ലെ? സാധിക്കുന്നുണ്ടോ?
ഒരു പേഷ്യന്റിന് റോങ് ആയിട്ടുള്ള മെഡിസിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോ അവർക്ക് എന്താണ് പെട്ടെന്ന് തന്നെ വൊമിറ്റിംഗ് ഉണ്ടാവുന്നു അല്ലെ, അല്ലെങ്കിൽ അലർജി ഉണ്ടാവുന്നു അല്ലെ, അല്ലെങ്കിൽ അബ്ഡോമിൻ പെയിൻ, അല്ലെങ്കിൽ ഷിവറിങ്, അല്ലെങ്കിൽ തലകറക്കം അല്ലെ ഉണ്ടാവില്ലേ? അപ്പൊ എന്താണ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് പേഷ്യൻസിന് എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആക്കാനും അൺസ്റ്റേബിൾ ആക്കാനും കഴിയുന്ന അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് അല്ലേ? ഓക്കെ, ക്ലിയർ ആയത്? അൺസ്റ്റേബിൾ, വെരി റാപ്പിഡ്ലി. പ്രിയക്ക് ടോപ്പിക് കിട്ടിയോ റിയ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു റിയ, എടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. പ്രിയ കേൾക്കുന്നുണ്ടോ? മിസ് ടോപ്പിക് പറഞ്ഞു, കണ്ടോ മെസ്സേജ് അയച്ചത്? Okay. Medication is an intermediation that can turn a person's status from stable to unstable very rapidly. Okay. Miss എടുക്കുന്ന സെക്ഷൻ കണ്ടോ? ടോപ്പിക് കണ്ടോ? Comparison with paper-based records. അതിലെ മൂന്നാമത്തെ പാരഗ്രാഫ് എന്താണ്? മെഡിക്കേഷൻസ്, മരുന്നുകൾ ഒരു പേഷ്യൻസിന്റെ നില പെട്ടെന്ന് തന്നെ സ്റ്റേബിൾ ആക്കാനും അൺസ്റ്റേബിൾ ആക്കാനും കഴിയുന്ന ഒരു ഘടകമാണ്. With paper documentation, it is very easy to not properly document the administration of medications. The time given or errors like giving the wrong drugs, dose, form, or not checking for allergies and could affect the patients negatively. എന്താണ്? ആരോഗ്യ വിവരങ്ങളുടെ പ്രവർത്തനക്ഷമതയില്ലായ്മ എന്തുണ്ടാക്കുന്നു? ഉൾപ്പെടുന്ന എന്താണ്? ഈ മെഡിക്കൽ എറേഴ്സ്, അഡ്മിനിസ്ട്രേഷനിൽ മെഡിക്കൽ എറേഴ്സ് വരുത്താനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? പേപ്പർ ഡോക്യുമെന്റേഷൻ വരുമ്പോ അവര് പെട്ടെന്ന് തന്നെ എഴുതുമ്പോ എന്ത് വെച്ചെന്ന്? ഡോക്ടേഴ്സ് വിവരങ്ങൾ ചോദിച്ചിട്ട് പതുക്കെയാണോ മെഡിക്കേഷൻസ് എഴുതുന്നത്? ആണോ? ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ മരുന്നുകൾ എഴുതി തരും അല്ലെ? പെട്ടെന്ന്. അപ്പൊ അങ്ങനെ എന്താണ്? അവര് പേപ്പർ ബേസ്ഡ് വിത്ത് പേപ്പർ ഡോക്യുമെന്റേഷൻ ഇറ്റ് ഈസ് വെരി ഈസി. എന്താണ് അങ്ങനെ പേപ്പർ ഡോക്യുമെന്റേഷൻ തയ്യാറാക്കുന്നത് എന്താണ്? ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എറേഴ്സ്, മെഡിക്കൽ എറേഴ്സ് വരുത്താനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? ലൈക്ക് ഗിവൺ ദ റോങ് ഡ്രഗ്സ് അല്ലെ, തെറ്റായ മരുന്നുകൾ നൽകാൻ, തെറ്റായ ഡോസിൽ നൽകാനായിട്ട് അല്ലെ, പിന്നെ എന്താണ് അലർജീസ് ഒന്നും ചെക്ക് ചെയ്യാതെ നൽകാനൊക്കെ ആയിട്ട് കാരണമാകുന്നു. ഇതെങ്ങനെ എന്നിട്ട് എഫക്ട് ചെയ്യുന്നു? പേഷ്യൻസിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നു അല്ലെ. ഒരു പേഷ്യൻസിന് റോങ് ആയിട്ടുള്ള മെഡിസിൻ ആണ് കൊടുക്കുന്നത്, റോങ് ഡോസിലാണ് കൊടുക്കുന്നതെങ്കിൽ അവര് നല്ല രീതിയിൽ എഫക്ട് ചെയ്യോ? ഇല്ല. എന്താണ്? അവരെ നെഗറ്റീവായിട്ട് നെഗറ്റീവായി എഫക്ട് ചെയ്യുന്നു. പേപ്പർ ഡോക്യുമെന്റേഷൻ എഴുതുമ്പോൾ എന്താണ്? കൂടുതൽ മെഡിക്കൽ എറേഴ്സ് വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? റോങ് മെഡിസിന്, റോങ് ഡോസ്, പിന്നെ എന്താണ് പേഷ്യൻസ് അത് അലർജീസ് ഒന്നും ചെക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും പേഷ്യൻസിനെ അത് നെഗറ്റീവായി എഫക്ട് ബാധിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മ എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? നമ്മ ഹാൻഡ് റിട്ടൺ എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? തന്നെ അറിയാലോ.
ഒരു നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളല്ല, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരുപാട് തെറ്റുകൾ തോന്നാം അല്ലെ? ആണോ? ആണ്. പക്ഷെ നമ്മ അത് പ്രിന്റ് ചെയ്ത് ഒരെണ്ണം പ്രിന്റ് ചെയ്താണെങ്കിലോ അതിൽ എറേഴ്സ് കുറയ്ക്കാലോ, തെറ്റുകൾ കുറയ്ക്കാലോ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മ ഒരു കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോ അതിലെന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ താഴെ റെഡ് കളറിലെ ലൈൻ വരും അല്ലേ? അല്ലെ? അപ്പൊ എന്താണ് അത് നമുക്ക് ആ എറേഴ്സ് കുറയ്ക്കാനായി സാധിക്കില്ലേ? അപ്പൊ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുമ്പോഴെന്താണ് ഇങ്ങനെയുള്ള എറേഴ്സ് കൂടുതൽ ആക്യുറസി കുറവായിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി കഴിയുമ്പോൾ എന്താണ് ഇങ്ങനെയുള്ള കൃത്യത അല്ലെ വരാതെ എന്താണ് മെഡിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ നെഗറ്റീവായിട്ട് മോശമായി ബാധിക്കുന്നു. ക്ലിയർ ആയോ? ഇത് it has been reported that these errors have been brought down by 55 to 83% as records are now online and need certain steps to avoid these errors. എന്താണ് ഇത് ഓൺലൈനായി ഇപ്പൊ നമ്മ EMR വഴി ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ അതല്ലെങ്കിൽ EHR വഴി ഇലക്ട്രോണിക്കലി ചെയ്യുന്നത് മൂലം നമുക്ക് എന്താണ് 55 മുതൽ 83% വരെ 83% വരെ ഈ തെറ്റുകൾ മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാനായി സാധിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഓക്കെ. Next, electronic records may help with the standardization of forms, terminology and data input. Electronic records കളിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും അല്ലേ? ഇല്ലേ? നമ്മൾ എഴുതുന്ന കാര്യങ്ങള് ഫോംസുകളില് എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവില്ലേ? സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവും. ടെർമിനോളജി അല്ലെ? എന്താണ് നമ്മ അബ്രിവേഷൻസ് യൂസ് ചെയ്യില്ലേ? പ്രിഫിക്സ്, സഫിക്സ്, അബ്രിവേഷൻസ്, ഷോർട്ട് ഫോമുകള്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെ? ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഡാറ്റ ഇൻപുട്ട് എന്താണ് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ സിസ്റ്റത്തിലേക്ക്? പേഷ്യൻസിനെ കുറിച്ചുള്ള ഡെമോഗ്രാഫിക് ഡാറ്റാസ് അല്ലെ? പ്രീവിയസ് ഹിസ്റ്ററി, ലാബ് ഇൻഫോർമേഷൻസ് അല്ലെ? ടെസ്റ്റ് റിസൾട്ടുകൾ ഇല്ലേ? അപ്പൊ എന്താണ് ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നു? ഫോംസ് സ്റ്റാൻഡർഡൈസേഷൻ ആക്കാനും ഓരോന്നും നല്ല സ്റ്റാൻഡേർഡ് ആക്കാനും പിന്നെ എന്താണ് ടെർമിനോളജി ഉപയോഗിക്കാനായിട്ടും പിന്നെ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യാനും നൽകാനുമായിട്ട് റെക്കോർഡ് ചെയ്യാനുമായി സാധിക്കുന്നു. Digitization of forms makes facilities for collection of data, epidemiology and clinical studies. ഈ കാര്യങ്ങള് നമ്മ ഡിജിറ്റൈസേഷൻ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നത് മൂലം എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് എപ്പിഡമിയോളജി സാംക്രമിക രോഗശാസ്ത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സഹായിക്കുന്നുണ്ടോ ഈ ഡാറ്റാസ്? ഇല്ലേ? നമുക്ക് എന്ന് വേണമെങ്കിലും എത്ര നാള് വേണമെങ്കിലും ഇത് നമുക്ക് സിസ്റ്റത്തിലേക്ക് സൂക്ഷിച്ചു വെക്കാം അല്ലെ? ഈ വിവരങ്ങള് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള് ഇല്ലേ? നമ്മ സിനിമയിലും മൂവിയിലൊക്കെ കാണാറില്ലേ? എന്തെങ്കിലും ഒരു അസുഖത്തെ കുറിച്ച് ഒരു ഡോക്ടർക്ക് റെഫർ ചെയ്യണമെങ്കിൽ അവർ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക പല കൺട്രീസിൽ നിന്നുള്ള അതേപോലത്തുള്ള അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നത്. ഡ്യുവൽ പേഴ്സണാലിസം ഇല്ലേ? കണ്ടിട്ടുണ്ടോ സിനിമയൊക്കെ? പേര് മിസ് മറന്നുപോയി. അസിന്റെ ഒക്കെ ഒരു സിനിമ ഇല്ലേ? അപ്പൊ എന്താണ് നമ്മ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇലക്ട്രോണിക്കലി ആയി സൂക്ഷിച്ചു വെക്കുന്നത് മൂലം നമുക്ക് എന്താണ് അസുഖങ്ങളെ കുറിച്ച് എപ്പിഡമിയോളജി അതായത് സാംക്രമിക രോഗശാസ്ത്രങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പഠിക്കാനായി നമ്മളെ ഈ വിവരങ്ങള് സഹായിക്കുന്നു. ഇപ്പൊ നമ്മളാണെങ്കിലും നമുക്കൊരു മെഡിസിനെ കുറിച്ച് അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ഇൻഫർമേഷൻസ് കിട്ടാണ് അല്ലെ? ആ മരുന്ന് എന്തൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെ? എത്ര ഡോസിന് ഉപയോഗിക്കാം ഇല്ലേ?
അതൊക്കെ എന്താണ് നമ്മളെ സഹായിക്കുകയല്ലേ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആരോഗ്യപരമായ വിവരങ്ങളെ തന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്യാം. ക്ലിയർ ആയോ ബ്രദർ? Digitization of makes facilities for the collection of data. ഈ ഇൻഫോർമേഷൻസ് ഇങ്ങനെയുള്ള ഡാറ്റാസ് നമ്മൾ ഡിജിറ്റൈസേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നത് മൂലം ഇത് നമ്മളെ എപ്പിഡമിയോളജിക്കും ക്ലിനിക്കൽ സ്റ്റഡീസിനെയും സഹായിക്കുന്നു. However, standardization may create challenges for local practice. ഇതെന്താണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് രീതിയിൽ നമ്മൾ ഇത് സൂക്ഷിക്കുന്നത് മൂലം നമ്മൾ എന്താണ് ലോക്കൽ പ്രാക്ടീസിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു അല്ലെ. ഓരോന്ന് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ലോക്കൽ പ്രാക്ടീസിന് ഇതിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. Overall, those with EMR that have automated notes and records, order entry, and clinical decision support had lesser complications, lower mortality rates, and a lower cost. നമ്മ വിവരങ്ങൾ എന്താണ് EMR ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വയമേ തന്നെ സൃഷ്ടിക്കുന്നത് മൂലം നമുക്ക് എന്താണ് നോട്ട്സുകളും റെക്കോർഡ്സുകളും സൃഷ്ടിക്കാൻ കഴിയുന്നു. അതുപോലെ നമുക്ക് എന്താണ് ഓർഡർ എൻട്രി കൊടുക്കാൻ. പിന്നെ എന്താണ് ക്ലിനിക്കൽ ഡിസിഷൻസ് അല്ലെ, ക്ലിനിക്കൽ ആയിട്ടുള്ള തീരുമാനം ഡോക്ടേഴ്സിന് ക്ലിനിക്കൽ ഡിസിഷൻസ് എടുക്കാനായി സഹായിക്കുന്നു. കൂടാതെ എന്താണ് സങ്കീർണതകൾ അല്ലെ കോംപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. ലോവർ മോർട്ടാലിറ്റി റേറ്റ് എന്താണ് മരണനിരക്ക് കുറയ്ക്കുന്നു. കൂടാതെ കോസ്റ്റ് ചെലവും കുറയ്ക്കുന്നു. ഇപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ കറക്റ്റ് രീതിയിൽ മരുന്ന് കൊടുക്കുന്നത് മൂലം എന്താണ് സങ്കീർണതകൾ കുറയ്ക്കാം അല്ലെ. അല്ലെങ്കിൽ ഒരു റോങ് മെഡിസിൻ ആണ് പേഷ്യൻസിന് കൊടുക്കുന്നതെങ്കിൽ എന്റെ ഏറ്റവും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലേ, പേഷ്യൻസിന് അലർജീസ് ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മരണം തന്നെ സംഭവിച്ചൂടെ റോങ് മെഡിസിൻ കൊടുത്താല്. മെഡിക്കേഷൻ എറർ കൊണ്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയ എന്തെങ്കിലും തെറ്റ് കൊണ്ട് മെഡിക്കൽ എറർ കൊണ്ട് ഇത് വെച്ചാൽ രോഗിക്ക് ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം അല്ലെ. അപ്പൊ എന്താണ് ഈ EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളിൽ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് നോട്ട്സുകളും റെക്കോർഡ്സുകളും തയ്യാറാക്കുന്നു. കൂടാതെ ഓർഡർ എൻട്രി ആൻഡ് ക്ലിനിക്കൽ ഡോക്ടർക്ക് ഈ ഡോക്ടറിന്റെ സ്ക്രീനിൽ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാവില്ലേ, ലാബിലെ റിസൾട്ടുകൾ അല്ലെ, സ്കാനിങ് ചെയ്ത റിസൾട്ടുകൾ, പ്രീവിയസ് ഹിസ്റ്ററി അല്ലേ ഉണ്ടാവോ. അപ്പൊ ഡോക്ടർക്ക് എന്താണ് അത് നോക്കി കണ്ട തീരുമാനങ്ങൾ എടുത്തൂടെ പേഷ്യൻസിന് ഏത് മരുന്ന് കൊടുക്കണം അല്ലെ, ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നു അല്ലെ. ആണോ? ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് ഹാഡ് ലെസർ കോംപ്ലിക്കേഷൻസ്. ഈ വിവരങ്ങൾ നോക്കിങ്ങാണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കോംപ്ലിക്കേഷൻസ് സങ്കീർണതകൾ കുറയ്ക്കാനും സാധിക്കുന്നു. അതെന്ത് ചെയ്യുന്നു? മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുന്നു. പിന്നെന്താണ് കോസ്റ്റും ഇതിന് വരുന്ന ചെലവും കുറയ്ക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാമാണ്? യൂസ്ഫുൾനെസ് sharing their electronic health records with people who have type 2 diabetes helps them to reduce the blood sugar levels. നമുക്കറിയാലേ ബ്ലഡ് ഷുഗർ ഡയബറ്റിസ് രണ്ട് തരം ഉണ്ടെന്ന്, ടൈപ്പ് 1 ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നതാ? പാരമ്പര്യമായിട്ട് കിട്ടുന്നത് അല്ലെ, ജനറ്റിക്കലി അല്ലെ. ടൈപ്പ് 2 എങ്ങനെ ലഭിക്കുന്ന ഡയബറ്റിസാ? ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അല്ലെ. ആണോ? ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് 1 നമുക്ക് പെട്ടെന്ന് ശമിപ്പിക്കാനായിട്ട് ഭേദമാക്കാൻ പറ്റില്ല, അത് അവർക്കുള്ളതാണ്. ജസ്റ്റ് മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. ടൈപ്പ് 2 എന്ത് ചെയ്യാം? നമുക്ക് ഒരുപാട് എക്സസൈസുകൾ ചെയ്ത് അല്ലെ, ഡയറ്റ് കൺട്രോൾ പാലിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ സാധാരണ ലെവലിലേക്ക് കൊണ്ടുവന്നൂടെ? അപ്പൊ നോക്കിയേ, ഷെയറിംഗ് their electronic health records with the people who have type 2 diabetes help them to reduce the blood sugar level. എന്താണ്? നമുക്ക്
ഈ മെഡിക്കൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ നോക്കി കാണട്ടെ എന്താണ് പേഷ്യൻസിന്റെ ടൈപ്പ് 2 ഡയബറ്റിസിന്റെ ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാനായിട്ട് കുറയ്ക്കാനായി സാധിക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വർഷം അല്ലെങ്കിൽ 1-2 വർഷം മുമ്പുള്ള ലെവല് കിട്ടുന്നു അല്ലെ. ഷുഗർ ലെവൽ എത്രയാണ് അല്ലെ, കമ്പയർ ചെയ്യാൻ പറ്റൂ അല്ലെ. ഓരോ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുന്ന അവരുടെ ടെസ്റ്റ് ചെയ്യിച്ചും കണ്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളിൽ എന്താണ് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടാവില്ലേ, ഉണ്ടാവോ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേഷ്യൻസിന്റെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കി കണ്ടിട്ട് അത് കമ്പയർ ചെയ്ത് നമുക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തൂടെ, ഡിസിഷൻ എടുക്കാം അല്ലെ ഡോക്ടർക്ക്. അപ്പൊ എന്താണ് EMR വെച്ച് കാണിട്ട് എന്താണ് പേഷ്യൻസിന്റെ ടൈപ്പ് 2 ഡയബറ്റിസ് പേഷ്യൻസിന്റെ ബ്ലഡ് ഷുഗർ ലെവല് നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? അവർക്ക് വേണ്ട ഡയറ്റ് കൺട്രോൾ പറഞ്ഞു കൊടുക്കാം അല്ലെ, അവർക്ക് വേണ്ട മെഡിസിനുകൾ കൊടുക്കാം അല്ലെ, അവർക്ക് വേണ്ട എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കാം അല്ലെ. പിന്നെ അവർക്ക് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും, പേഷ്യൻസിനെ തന്നെ കമ്പയർ ചെയ്തൂടെ. 2 മാസം മുമ്പ് ബ്ലഡ് ഷുഗർ 200 ആണ് അല്ലെ. അപ്പൊ അങ്ങനെ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്ത് അവർക്ക് തന്നെ അത് നിയന്ത്രിക്കാനായി റെഡ്യൂസ് ചെയ്യാനായി സാധിക്കുന്നു. ഇറ്റ് ഈസ് എ മീൻ of helping people understand their own health condition and making them involved actively in its management. എന്താണ് it is a mean, എന്താണ് ഇത് പറയുന്നത്, helping people understand their own പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ, അവരുടെ ആരോഗ്യ യൂസ്ഫുൾ ഫോർ പേഷ്യൻസ് എന്താണ് ഹെൽത്ത് കണ്ടീഷൻ, ആരോഗ്യ അവസ്ഥയെ കുറിച്ച് അവർക്ക് തന്നെ മനസ്സിലാക്കി അവർക്ക് തന്നെ അതെന്താണ് ആക്റ്റീവ്ലി ഇൻവോൾവഡ് ആയിട്ട് എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർക്ക് തന്നെ ആ ലെവല് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? മിസ് ആദ്യം പറഞ്ഞ സെന്റൻസ് തന്നെ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞേക്കുന്നുള്ളൂ. പേഷ്യൻസിനെ കമ്പയർ ചെയ്യാം, ഓരോ മാസം അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ എങ്ങനെയൊക്കെയാണ് വേരിയേഷൻസ് വരുന്നത്, വ്യത്യാസം വരുന്നത്, അവർക്ക് തന്നെ അത് നോക്കിയും കാണിട്ട് അവർക്ക് തന്നെ അവരുടെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. They could also be useful in research which enables various scientific analysis and novel tools. ഇത് എന്തിനൊക്കെ സഹായിക്കുന്നു? യൂസ്ഫുൾ ഇൻ റിസർച്ച്, ഗവേഷണങ്ങൾ ചെയ്യാനായിട്ട് ഇൻഫർമേഷൻസ് സഹായിക്കുന്നു അല്ലെ. എന്താണ് അസുഖങ്ങളെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ച്, ട്രീറ്റ്മെന്റുകളെ കുറിച്ചൊക്കെ ഗവേഷണങ്ങൾ റിസർച്ചുകൾ നടത്താനും സയന്റിഫിക് അനാലിസിസ് എന്താണ് ശാസ്ത്രീയപരമായ അനാലിസിസ് വിശകലനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും നോവൽ ടൂൾസുകൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ വിവരങ്ങൾ എഴുതില്ലേ, ആരോഗ്യ മാസികകള്, ആർട്ടിക്കിൾസ്, ഫീച്ചേഴ്സ് ഒക്കെ എഴുതില്ലേ. ആരോഗ്യ മാസിക ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളല്ലേ. അപ്പൊ അങ്ങനെയുള്ള നോവൽ ടൂൾസുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ടും ഈ ഇൻഫർമേഷൻസ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകള് സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഇത് നിങ്ങൾക്ക് പറയുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഏതൊക്കെ തരം ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്? ഫസ്റ്റ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. രണ്ടാമത് വരുന്നത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS. A laboratory information management system sometimes indicates to as a laboratory information system or laboratory management system. Laboratory information management system laboratory information system എന്നും laboratory management system എന്നും പറയുന്നു. Is a software. ഇതെന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. Based solution with features that give support to modern laboratory operations. ഒരു മോഡേൺ ആയിട്ടുള്ള
ലബോറട്ടറി ആധുനിക രീതിയിലുള്ള ലാബിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. കീ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ്സ്, ഇതിന്റെ കീ ഫീച്ചേഴ്സ് പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബട്ട് ആർ നോട്ട് ലിമിറ്റഡ്, ഇത് ലിമിറ്റഡ് അല്ല. ടു വർക്ക് ഫ്ലോ ആൻഡ് ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്, എന്താണ്? ലബോറട്ടറി വർക്ക് ഫ്ലോസുകളെ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ആൻഡ് ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്, എന്താണ്? ഡാറ്റാസ്, പേഷ്യൻസിനെ കുറിച്ചുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട്സുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട്, ടെസ്റ്റ് റിസൾട്ട് എവിടം വരെ എത്തി, അങ്ങനെയുള്ള ട്രാക്കിംഗ് സപ്പോർട്ടുകൾ നൽകുന്നു. ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ, ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ലാബിലെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇല്ലേ? നമ്മൾ ഫാർമസി പഠിച്ചപ്പോ ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചു അല്ലേ? പഠിച്ചോ? ലബോറട്ടറി പഠിച്ചപ്പോ പഠിച്ചോ ഇൻഫ്രാസ്ട്രക്ചർ? ലബോറട്ടറി അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ആ ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? ലാബിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി പെട്ടെന്ന് തന്നെ ചെയ്യാൻ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഫാസ്റ്റർ ആയിട്ട് റിസൾട്ടുകൾ കൊടുക്കുക, കൊളാബറേഷൻ ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും തിരിക്കുക, അല്ലെ? അങ്ങനെയൊക്കെ പഠിച്ചില്ലേ നമ്മൾ ലാബിലെ പ്രവർത്തനങ്ങൾ പഠിച്ചപ്പോ, ലബോറട്ടറി പഠിച്ചപ്പോ? അപ്പൊ അങ്ങനെയുള്ള ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസസ്, എന്താണ്? ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യുക, ഓരോ സെക്ഷനിലെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യുക. വിച്ച് ഫുള്ളി സപ്പോർട്ട് ഇറ്റ്സ് യൂസ് ഇൻ റെഗുലേറ്റഡ് എൻവയോൺമെന്റ്, എന്താണ്? അതിന്റെ ആ ലാബിലെ നിയന്ത്രിത പരിസ്ഥിതിക്കുള്ളിൽ എന്താണ്? ഈ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയാണ് ഈ ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആ ലാബിന്റെ ആ പെർട്ടിക്കുലർ എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ? ലാബ് ഉണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ അല്ല, ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ലാബിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ ആക്സസ് ചെയ്യിക്കുക, അല്ലെ? എല്ലാ സെക്ഷനിലെയും പ്രവർത്തനങ്ങളെ കൊളാബറേറ്റ് ചെയ്യിക്കുക, അല്ലെ? സാമ്പിൾ കളക്ട് ചെയ്യുക, അത് വേണ്ട ആളുകൾക്ക്, അത് ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലഭ്യമാക്കി കൊടുക്കുക, അല്ലെ? റിസൾട്ടുകൾ നൽകുക, അങ്ങനെയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസസ്, എന്താണ്? ഓരോ സെക്ഷനിലേക്ക് ആവശ്യമായ വിവരങ്ങൾ കൈമാറുക, ഡാറ്റാസ് കൈമാറുക. വിച്ച് ഫുള്ളി സപ്പോർട്ട് ഇറ്റ്സ് യൂസ് ഇൻ റെഗുലേറ്റഡ് എൻവയോൺമെന്റ്, എന്താണ്? ലാബിന്റെ ആ നിയന്ത്രിത പരിസ്ഥിതികൾക്കുള്ളിൽ നിന്ന് ലാബിന്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നതാണ് ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ട് നടക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാ? കീ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ലാബിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? വർക്ക് ഫ്ലോ, പ്രവർത്തനങ്ങളില്ലേ? സാമ്പിൾ കളക്ട് ചെയ്യുക, അല്ലെ? ടെസ്റ്റ് റിസൾട്ടുകൾ കൊടുക്കുക, അല്ലെ? ഡാറ്റ എൻട്രി ചെയ്യുക, വിശകലനം ചെയ്യുക, അല്ലെ? മൂല്യനിർണ്ണയം നടത്തുക, ആണോ? ടെസ്റ്റുകൾ. അപ്പൊ അങ്ങനെയുള്ള വർക്ക് ഫ്ലോസ്. ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ടുകൾ. ഡാറ്റ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടോ? എവിടെ വരെയായി? ടെസ്റ്റ് റിസൾട്ട് കിട്ടാറായോ? അല്ലേ? അങ്ങനെയുള്ള ട്രാക്കിംഗ്. പിന്നെ എന്താണ്? ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ആ ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ, സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ
ഇൻഫ്രാസ്ട്രക്ചർ. അത് ക്ലിയർ ആയോ? ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസസ്. എന്താണ്? ഓരോ സെക്ഷനിലേക്ക് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ കൈമാറണ്ടേ? ഇപ്പൊ എന്താണ്? ഒരു സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ് പറഞ്ഞു കൊടുക്കണം അല്ലെ? ഇപ്പൊ ഇന്ന സമയത്ത് കളക്ട് ചെയ്താണ് ഇല്ലേ? ടൈം ഇല്ലേ? പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണോ? പേഷ്യൻസിനെ അപ്പൊ അങ്ങനെയുള്ള ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസസ്. നെക്സ്റ്റ്, വിച്ച് ഫുള്ളി സപ്പോർട്ട് ഇറ്റ്സ് യൂസ് ഇൻ റെഗുലേറ്റഡ് എൻവയോൺമെന്റ്. എന്താണ്? ആ നിയന്ത്രിത പരിസ്ഥിതിക്കുള്ളിൽ നിന്ന് എന്താണ് അതിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നു. ഇവിടെ നിയന്ത്രിത പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബല്ലേ? ലാബിന്റെ പ്രവർത്തനമല്ലേ നമുക്ക് ചെയ്യേണ്ടത് അല്ലെ? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? ലാബിന്റെ പ്രവർത്തനങ്ങളല്ലേ പിന്തുണയ്ക്കേണ്ടത്. അപ്പൊ എന്താണ്? ലാബിലെ നിയന്ത്രിത പരിസ്ഥിതിക്കുള്ളിൽ നിന്ന് ലാബിലെ പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുകയാണ് ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് ഓക്കെ ആയോ ഇപ്പൊ എല്ലാവർക്കും? നെക്സ്റ്റ്, the features and uses of LIMS have developed over the years, from simple sample tracking to enterprise resource planning tools that manage manifold aspects of laboratory informatics. Laboratory informatics ന്റെ വിവിധ വശങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ടൂളിലേക്കുള്ള ഒരു സാമ്പിൾ ട്രാക്കിംഗ് ആണ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. എന്നുവെച്ചാല് നമ്മുടെ ഒരു സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ, പരിശോധനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാല് ആ സാമ്പിൾ ട്രാക്ക് ചെയ്ത് എന്ത് ചെയ്യാ? റിസൾട്ടുകളെ ലഭ്യമാക്കാം അല്ലെ? ആണോ? നമ്മൾ സാമ്പിൾ കൊടുക്കുന്നത് എന്തിനാ? ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ലഭിക്കുന്നതിനല്ലേ? ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള ലാബിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുക. ഇത് നിങ്ങൾക്ക് തിരിഞ്ഞു പറഞ്ഞേക്കുന്നതാണ്, നിങ്ങൾ അത് അങ്ങനെ മനസ്സിലാക്കണ്ട. ലാബിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുക എന്ന കാര്യമാണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആദ്യത്തെ പറയുന്നത് എന്താണ്? The features and the uses of LIMS have developed over the years. എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്? വർഷങ്ങളായി വികസിച്ചു വരുന്നു. The simple tracking to enterprise resource planning tool that manage manifold aspects of laboratory informatics. ലബോറട്ടറി ഇൻഫർമാറ്റിക്സിൽ നിന്ന് ആ സാമ്പിൾ, നമ്മൾ കൊടുക്കുന്ന സാമ്പിളിന്റെ വിവരങ്ങളെ ട്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇതില് നിങ്ങൾക്ക് തിരിച്ചൊരുപാട് വളഞ്ഞ പറഞ്ഞേക്കുന്നത്. നമുക്ക് പൊതുവെ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്താണ് ലാബിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന സാമ്പിളിന്റെ റിസൾട്ട് കളക്ട് ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലേ? ആണോ? അപ്പൊ എന്താണ്? ആ ലാബിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുക എന്ന കാര്യമാണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ എല്ലാവർക്കും? അതിനുവേണ്ടി എന്താണ് ഈ വർഷങ്ങളായി ഇതിലെന്താണ് ഒരുപാട് ഡെവലപ്മെന്റ്സ് അല്ലെ, വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ലാബിലെ ഒരു വർക്ക് ഫ്ലോ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിൾ കൊടുക്കുന്നു അല്ലെ? സാമ്പിൾ ഇൻ ലാബിലേക്ക് സാമ്പിൾ കൊടുക്കുന്നു. സാമ്പിൾ ലോഗിൻ എന്ത് ചെയ്യുന്നു? ആ പേഷ്യൻസിനെ കുറിച്ചുള്ള പേഷ്യൻസിന്റെ നെയിം, ഏജ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ലോഗിൻ ചെയ്യുന്നു അല്ലെ? അവര് എൻ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ജോബ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കൾച്ചർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒരാൾ തന്നെയായിരിക്കോ? വേറെ വേറെ ആളുകളായിരിക്കും അല്ലെ? ഓരോ സെക്ഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ട്രാക്കിംഗ് പ്രോഗ്രസ്
ട്രാക്ക് ചെയ്യാണ് അല്ലെ. അത് ടെസ്റ്റ് എവിടം വരെയായി, കഴിയാറായിട്ടുണ്ടോ, നമുക്ക് റിസൾട്ട് കിട്ടാറായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങള് ട്രാക്ക് ചെയ്യുന്നു. ഡാറ്റ എൻട്രീസ് എന്താണ്, അതിനുശേഷം അവരെ കുറിച്ചുള്ള വിവരങ്ങള് എൻറ്റർ ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാല് മൂല്യനിർണ്ണയം നടത്തുക. ഇപ്പൊ അവര് ടെസ്റ്റ് ഒക്കെ നടത്തി റിസൾട്ട് കിട്ടി, അതിനുശേഷം അതിന്റെ വിവരങ്ങൾ എൻറ്റർ ചെയ്തു, ഡാറ്റ എൻറ്റർ ചെയ്തു. അതിനുശേഷം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കൂലേ, നമുക്ക് തരുന്ന റിസൾട്ടുകള് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കോ, കറക്റ്റ് രീതിയിൽ കറക്റ്റ് തന്നെയാണോ അല്ലെ ആ വാല്യൂസ് കൊടുത്തേക്കുന്നത്. ബ്ലഡ് ഷുഗർ നമ്മ ടെസ്റ്റ് ചെയ്ത് കിട്ടിയ കറക്റ്റ് ആണോ ടെസ്റ്റ് റിസൾട്ടിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ, അല്ലേ നോക്കാറില്ലേ? വിശകലനം മൂല്യനിർണ്ണയം ചെയ്ത് നോക്കൂ അല്ലെ. എന്നിട്ട് റിപ്പോർട്ട് റിസൾട്ടിങ് എന്താണ്, റിസൾട്ട്സുകള് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഔട്ട് ചെയ്യുന്നു അല്ലെ, റിസൾട്ടുകള് പേഷ്യൻസിന് നൽകുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് ട്രാക്കിംഗ് പ്രോഗ്രസ് എന്താണ്, ട്രാക്കിംഗ് ആ ടെസ്റ്റ് എവിടം വരെയായി, കഴിയാറായിട്ടുണ്ടോ, നമുക്ക് റിസൾട്ട് ലഭിക്കാറായിട്ടുണ്ടോ എന്നുള്ള ട്രാക്കിംഗ് പ്രോഗ്രസ്. നെക്സ്റ്റ് ഡാറ്റ എൻട്രി എന്താണ്, ഡാറ്റ എൻട്രി ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ വാലിഡേഷൻ എന്താണ്, കറക്റ്റ് റിസൾട്ട് തന്നെയാണോ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത്, തെറ്റുകൾ ഉണ്ടോ അല്ലെ, വലിയ എറേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, റിപ്പോർട്ട് റിസൾട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം പേഷ്യൻസിന് നൽകുന്നു, ഡാറ്റ ഔട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? Okay. Next, there is no useful definition of the terms LIMS since it is used to encompass a number of different laboratory informatics components. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റുകളെ കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിർവചനം കൊടുക്കാൻ സാധിക്കില്ല. ഓരോ ലാബുകളിലും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെ ആസ്പദമാക്കി ഇൻഫർമേറ്റിക്സ് കമ്പോണൻസ്, അതായത് സോഫ്റ്റ്വെയർസിനെ ആസ്പദമാക്കി അതിൽ വ്യത്യാസങ്ങൾ വരുന്നു അല്ലേ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ വാങ്ങിക്കുന്ന റിസൾട്ടുകൾ നോക്കിയാൽ അറിയാലോ, എല്ലായിടത്തും ഒരേപോലെയുള്ള റിസൾട്ട് ആണോ കിട്ടുന്നത്? ചില ടെസ്റ്റ് റിസൾട്ടുകള് നമ്മുടെ നോർമൽ വാല്യൂ ഉണ്ടാവും, അവര് ടെസ്റ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ തന്നിട്ടുണ്ടാവും അല്ലെ, എക്സാമിൻ ചെയ്തിട്ട് കിട്ടിയ വാല്യൂ തന്നിട്ടുണ്ടാവൂലേ, പരിശോധിച്ചിട്ട് കിട്ടിയ വാല്യൂ ഉണ്ടാവോ? ചിലയിടത്ത് എന്താണ്, നോർമൽ വാല്യൂ തരൂല അല്ലെ, അവര് മൂല്യം വിശകലനം എക്സാമിൻ ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് മാത്രം തരാറുള്ളൂ. ആണോ? ആണോ അല്ലെ? അതേപോലെ എന്താണ്, നമ്മുടെ ബ്ലഡിന്റെ റിസൾട്ട് വേറെ, യൂറിന്റെ റിസൾട്ട് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊക്കെ തരാറില്ലേ ചില ലാബുകളില്? ചിലയിടത്ത് ഒന്നിച്ച് ഒരു ഷീറ്റ് ആയിട്ട് തരും അല്ലേ, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ എന്താണ്, അവിടുത്തെ സോഫ്റ്റ്വെയർ ഇൻഫോർമാറ്റിക്സ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സോഫ്റ്റ്വെയറിനെ അനുസൃതമായി അതിൽ വ്യത്യാസങ്ങൾ വരുന്നു. The spread and the depth of these components is greatly depends on the LMS implementation itself. എന്താണ്, അവിടുത്തെ സോഫ്റ്റ്വെയറിനെ കമ്പോണൻസിനെ ആസ്പദമാക്കി അതിന്റെ സ്പ്രെഡും അതിന്റെ ഡെപ്തിലും വ്യത്യാസങ്ങൾ വരുന്നു. ഇപ്പൊ സ്മോൾ ലബോറട്ടറി പഠിച്ചപ്പോ സ്മോൾ സൈസ്ഡ് ലബോറട്ടറി, ലാർജ് സൈസ്ഡ് ലബോറട്ടറി, മിഡ് സൈസ്ഡ് ലബോറട്ടറി എന്നൊക്കെ പഠിച്ചോ? അപ്പൊ അവിടെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ? ലാർജ് സൈസ്ഡ് ആവുമ്പോ അവിടുത്തെ ടെക്നോളജീസിൽ അല്ലെ അഡ്വാൻസ്ഡ് ആയിരിക്കും, സ്റ്റാഫുകൾ കൂടുതലായിരിക്കും, എക്യുപ്മെന്റ്സുകൾ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, ഇതില് വ്യത്യാസങ്ങൾ, അതിന്റെ ഡെപ്തിലും സ്പ്രെഡിലും വ്യത്യാസങ്ങൾ വരുന്നു. All LIMS have a workflow components and some summary data management facilities. എല്ലാ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലും ഒരു വർക്ക് ഫ്ലോസും, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വർക്ക് ഫ്ലോ, അങ്ങനെയുള്ള ഒരു വർക്ക് ഫ്ലോസും ഒരു സമ്മറി ഡാറ്റയും ഉണ്ടായിരിക്കും. But beyond that there are notable difference in functionality. പക്ഷെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ എന്ത് വരുന്നു, വ്യത്യാസങ്ങൾ വരുന്നു. ഇപ്പൊ മിഡ് സൈസ്ഡ് ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളായിരിക്കും വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറിയിലെ പ്രവർത്തനം
ആണോ? അല്ല. അപ്പൊ എന്താണ് അവിടുത്തെ ഫങ്ഷൻസിൽ വ്യത്യാസങ്ങൾ വരുന്നു. പക്ഷെ എന്താണ് എല്ലാ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലും ഒരു വർക്ക് ഫ്ലോയും എന്താണ് ഒരു സമ്മറി ഡാറ്റ മാനേജ്മെന്റും ഉണ്ടായിരിക്കും. ക്ലിയർ ആയോണ്ട്? നെക്സ്റ്റ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം RIS ട്ടാ. അപ്പൊ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. RIS എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ്? റേഡിയോളജി സെക്ഷനിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റം ആണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുക. RIS എന്താണെന്നൊന്ന് നോക്കാം ട്ടോ. മിസ് എടുത്ത ഇത്രയും ഭാഗം ക്ലിയർ ആണോ? LIMS എന്ന് പറഞ്ഞാല് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്ന മറ്റു പേരുകളാണ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാട്ടോ മിസ്സിന്റെ അടുത്ത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.